കണ്ണത്തി കടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ജല ജലമ പോട്ടി മാനത്ത് പറകണ ചമ്പരന്തിന്റെ കണ്ണു ജല ജലകി പോട്ടി കണ്ണു ജല ജലകി പോട്ടി മലകില തക്കം മരത്തില കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം കൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ കാടൻ കാറ്റു കിതച്ചോടും രാത്തിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ മ്യൂസിക്കൽ വൈസ് മെഗാ ഫൈനലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ മ്യൂസിക്കൽ വൈസ് മെഗാ ഫൈനൽ 8ാം വാരത്തിൽ എത്തിയിരിക്കുകയാണ്. 12 മ്യൂസിക്കൽ വൈസ് ഈ വാരത്തിലും നമ്മുടെ കൂടെ മത്സരിക്കാനുണ്ട്. അപ്പൊ എന്തായാലും ആവേശകരമായ പോരാട്ടം നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. 1 ഫേവറേറ്റ് സോങ് റൗണ്ട്, 2 ക്യാരക്ടർ ഡ്യുവറ്റ് റൗണ്ട്. അപ്പൊ മത്സരത്തിലെ റെഡിയല്ലേ? അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിക്കുക. അപ്പൊ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മധുമഞ്ജരി, ഒപ്പം ആശാ ശരത്. മതിച്ചേട്ടാ, ആശ ചേച്ചി, മഞ്ജരി, മ്യൂസിക്കൽ വൈസ് മെഗാ ഫൈനലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ 8ാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മത്സരം നല്ല ആവേശത്തോടു കൂടി പോകുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ പ്രോഗ്രാം ഇരുകൈ നീട്ടി സ്വീകരിച്ചു. അതാണ് ഒരു സന്തോഷ വാർത്ത. അപ്പൊ എന്തായാലും ഇന്നും നല്ല ആവേശകരമായ മത്സരമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ 3 പേരും നമ്മുടെ ആദ്യത്തെ ദിവസം തൊട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ 1ാം വാരം മുതലുണ്ട്. മ്യൂസിക്കൽ വൈസ് മെഗാ ഫൈനൽ തുടങ്ങിയത് നിങ്ങളിൽ നിന്നാണ്. ഇനിയും ജഡ്ജസ് കൂടി വരുവാണോ? ജഡ്ജസിനെ കൂട്ടിയാലോ എന്ന് ആലോചിക്കുക. കാരണം 8ാം വാരത്തിൽ എത്തിയപ്പോൾ, അല്ല പറയട്ടെ മഞ്ജരി, 8ാം വാരത്തിൽ എത്തിയപ്പോൾ നമ്മുടെ മ്യൂസിക്കൽ വൈസിന്റെ ആ ആവേശം കൂടി, അവരുടെ മത്സരം കൂടി. അപ്പോ മത്സരം കുറച്ച് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ജോലിഭാരം കുറച്ചൊന്ന് കുറയ്ക്കാൻ ഒരാൾ കൂടി നല്ല കാര്യമാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ആരെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആ 4ാമതായിട്ടുള്ള ഒരു സീറ്റിൽ ഇരുത്തേണ്ടത്. ഞാനിങ്ങനെ മൂലകഷമായിട്ട് ഇങ്ങനെ കുറെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് തീരുമാനത്തിലെത്തി. ഒരു വ്യക്തി, മലയാളികളുടെ അഭിമാനം, മലയാളികളുടെ അഹങ്കാരം, ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് അഭിമാനത്തോടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മനോജ് കെ ജയൻ.
തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണുമെന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം സരിഗമഗമ 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 ധനി ധനി ഗമ ധനി ധനി ഗമ ധനി ധനി സരി സ ധനി സരി സ ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ധനി സ നി സരി സ ധനി ധനി ഗമ 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 രി ഗരി ഗ സരി സരി നി സരി 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 സ ധനി സ ഗമ നി ധനി സ ഗമ. മനോജേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഈ വേദിയിൽ മനോജേട്ടനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. എനിക്ക് അതിലേറെ സന്തോഷം. കാരണം ഞാൻ ഇതിന്റെ കുറച്ച് എപ്പിസോഡുകൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ സാധാരണ ഫ്ലവേഴ്സിന്റെ ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പല പല റിയാലിറ്റി ഷോ വരുമ്പോൾ എന്നെ ഇതിൽ വിളിക്കാറുണ്ട്. പക്ഷെ ഇതിന് കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ അല്ലേ? പക്ഷേ ഏറ്റവും നല്ല സമയത്ത് ഞാൻ വന്നിരിക്കുന്നത്. ഈ മെഗാ ഫൈനൽ സമയത്താകുമ്പോൾ ഇവരുടെ കണ്ടസ്റ്റൻസ് മാക്സിമം അവരുടെ എഫർട്ട് എടുത്ത് ഏറ്റവും അവരുടെ സംഗീതത്തെ തേച്ച് മിനുക്കി നല്ല തിളക്കത്തിലാർത്ത് കൊണ്ടുവരുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ അവരുടെ പാട്ടുകൾ കേൾക്കാൻ സാധിക്കുക എന്നുള്ള വലിയ സന്തോഷമാണ്. അത് തികച്ചും അഭിമാനമുള്ള കാര്യമാണ്. കാരണം വീട്ടമ്മമാരുടെ പരിപാടിയാണ് അല്ലേ? കാരണം അവരെയാണ് ശരിക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അവർ സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ അവരുടെ സംഗീതത്തെ നല്ല രീതിയിൽ കൊണ്ടു നടന്ന് ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഗംഗ ഇപ്പൊ പോവണ്ട എന്ന് പറഞ്ഞാൽ പോയി ഇല്ലേ? ചേട്ടാ ഞാനാ മെഗാ ഫൈനലിന് പോട്ടെ ഫ്ലവേഴ്സിന്, ഗംഗ പോവണ്ടെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോയില്ലേ? അത് ശരി, കൊള്ളാലോ. അപ്പൊ അതുകൊണ്ട് ഭർത്താക്കന്മാർക്കും നമുക്ക് വലിയ കൈഡി അർഹിക്കുന്നുണ്ട്. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ലേ? അവർക്കാണ് ആദ്യം കൈഡ് കൊടുക്കേണ്ടത്. എനിക്ക് കാണാൻ കേൾക്കാൻ ആകാംക്ഷയായിട്ട് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടിരിക്കല്ലോ നല്ലത്. തീർച്ചയായിട്ടും കൂടുതൽ വാചടിച്ചിട്ട് കാര്യമില്ല. അപ്പോ നിങ്ങൾക്ക് മൂന്നാൾക്കും കൂട്ടായി മനോജേട്ടനെ തന്നിരിക്കുകയാണ്. വേറെ ആരെ വേണം? ഇന്ന് ഞങ്ങളുടെ രാശിയാണ് മനോജേട്ടനെ നിങ്ങൾ മൂന്നുപേരെ ഏൽപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ നോക്കണം. നന്നായിട്ട് നോക്കിയാണെ മനോജേട്ടൻ നോക്കേണ്ടി വരും. കൺമണിയെ പൊന്മണിയെ പാടി എൻ സുന്ദര നീ മ്യൂസിക്കൽ കൂട് മുന്നിലുള്ളത് കനവല്ല പാട്ടിനോ പതിരില്ല താരത്തിളക്കത്തിൽ പാറി പറന്നാട്ടെ. ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി ശ്രീനാഥ്. ഇന്ന് ഞാൻ ഫേവറേറ്റ് സോങ് റൗണ്ടിൽ പാടുന്നത് മൊഴിയഴകും മിഴിയഴകും എന്ന സോങ്ങാണ്. കളിപ്പാട്ടം എന്ന മൂവിയിൽ രവീന്ദ്ര മാഷിൻ്റെ ഒരു ഗംഭീര പാട്ടാണ്. എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. വീട്ടമ്മമാര് കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതൊരു ചെറിയ കുട്ടിയാണ് അല്ലേ? ശ്രീകുട്ടി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ചേച്ചി ശ്രീകുട്ടി ഒരു പുതുമുഖം ഇവിടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. തകർക്ക്. ഓൾ ദി ബെസ്റ്റ്. മൊഴിയഴകും മിഴിയഴകും എന്നിലണിഞ്ഞമ്മ
വെരി നൈസ്. ഇവിടെ ഒരാൾ അമ്മക്കുട്ടിയെ തന്നെ ഓർത്ത് കാണണം. അമ്മക്കുട്ടി, ഇവിടെയുള്ള അമ്മക്കുട്ടി. musical vibe. ശ്രീകുട്ടി ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് ഇപ്പൊ പെർഫോം ചെയ്തത്. എനിക്ക് തോന്നുന്നു ശ്രീകുട്ടി പാടിയത് കേട്ടപ്പോ ശരിക്കും അമ്മയോടുള്ള സ്നേഹവും മകളുടെ ആ നിഷ്കളങ്കതയും ആ കുട്ടിത്വവും എല്ലാം ഉണ്ടായിരുന്നു. കലക്കി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് വിശദമായിട്ട് നമ്മുടെ ഈ 4 പേരോട് ചോദിക്കാം, നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ആദ്യം മനോജേട്ടനിൽ നിന്ന് തുടങ്ങിയാലോ? തുടങ്ങാം. ആയിക്കോട്ടെ. ശ്രീകുട്ടി ചേട്ടാ അസലായി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ മൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ അടിക്കണോ, ആകെ കൺഫ്യൂഷൻ, ഇങ്ങനെ അടിച്ചങ്ങനെ ഭയങ്കര ഫീൽ ചെയ്തു. എനിക്ക് കുഞ്ഞാറ്റയുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വന്നു. ഞാനിങ്ങനെ മദ്രാസിലുള്ള സമയത്ത് ഞാൻ അവളെ ഇങ്ങനെ പാടി ഉറക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കൊന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ എം ജയചന്ദ്രൻ സിനിമയിൽ എത്തിയിട്ടില്ല. അപ്പോൾ 1-2 സീരിയലൊക്കെ ചെയ്ത കാലമാണ്. വാവാ എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. സീരിയലിൽ അന്ന് ഇവള് ഇരുന്ന് കാണും. പാച്ചാ പാട്ട് പാടാമെന്ന് ചോദിച്ചു പാടും. സിനിമ പാട്ടൊന്നുമല്ല, ആ പാട്ട്. വാവാ വാവാവോ പാടി അച്ഛൻ വാരി എടുത്തുമ്മ വയ്ക്കും. വാവാ വാവാവോ പാടി അച്ഛൻ വാരി എടുത്തുമ്മ വയ്ക്കും. അങ്ങനെ ഒരു പാട്ട്. അതെനിക്ക് ആ കാലമൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. കുഞ്ഞു മോളല്ലേ? അതെ അതെ. എത്രയാ? 6 മാസം. മോൾക്ക് 3 വയസ്സ്. താരാട്ടിന്റെ സീസണാണ് ഇപ്പൊ. അപ്പൊ താരാട്ട് മാക്സിമം പാടുക. മോളെ മാക്സിമം താരാട്ട് പാടി ഉറക്കി ഏറ്റവും സ്നേഹം നിറച്ച് കുഞ്ഞിന്റെ ആ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ കേട്ടോ. ഓക്കേ ചേട്ടാ, ഒരുപാട് സന്തോഷം. താങ്ക് യു. അസലായി പാടി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. മനോജേട്ടാ, ഇപ്പൊ കുഞ്ഞാറ്റയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ കുഞ്ഞാറ്റ ഇപ്പോ മനോജേട്ടന്റെ കൂടെ ഇവിടെയാണോ അതോ UK-ലാണോ? ഇവിടെ തന്നെ, എന്നും എക്കാലത്ത് ഇവിടെ തന്നെ. നാട്ടിലുണ്ട്. ഇടയ്ക്ക് പോയി വരും. UK-ൽ ഇടയ്ക്ക് പോകും, ഞാനും ഇടയ്ക്ക് പോകും. കുഞ്ഞാറ്റ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളൊരു അശരീരി അല്ല, അവക്കിപ്പോ ഒരു ഈ ഇടയ്ക്കായിട്ട് ഇച്ചിരി താല്പര്യം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം എന്നോട് പറഞ്ഞു. ഞാൻ സിനിമയാണ്, ഇതിനൊരു സമയമുണ്ട്, ഭാഗ്യമുണ്ട്, നല്ല അവസരങ്ങൾ വന്നാൽ മാത്രം ചെയ്യുക. ഞാനായിട്ട് ഒരിക്കലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്ത് ഇറക്കാൻ ഒരു കാലത്തും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അവള് തന്നെ ഈ അടുത്ത സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ നല്ല നടക്കട്ടെ, പ്രാർത്ഥിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്നു. മനോജേട്ടന് അച്ഛൻ പാടി തരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തന്ന ഓർമ്മയൊന്നുമില്ല. അവര് ഭയങ്കര ബിസിയായിരുന്നു. ഞങ്ങളുടെ ഈ പ്രായത്തിൽ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ബിസിയായിരുന്നു. സൗത്ത് ഇന്ത്യ മുഴുവൻ കച്ചേരികളുമായിട്ട് നടക്കുന്ന കാലമാണ്. ഇതിന്റെ ഇടയ്ക്ക് കൂടെ സിനിമകൾ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയമായതുകൊണ്ട് ഇവർ വല്ലപ്പോഴൊക്കെ വീട്ടിൽ അതിഥിയെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അച്ഛനൊക്കെ 3 മാസം കൂടി വരുന്നുണ്ട്, നാളെ വരും. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ ഈ വയറിനോട് ചേർന്ന് ഇങ്ങനെ കിടന്ന ഓർമ്മയൊക്കെ എനിക്കുണ്ട്. കാരണം ഒരു പ്രത്യേക മണമുണ്ട്. കാരണം എപ്പോഴും അമ്പലവാസികളല്ലേ, ഒരു കച്ചേരികളല്ലേ. അപ്പൊ ആ ചന്ദനത്തിന്റെയും ഒരു പ്രത്യേക ഒരു ദിവ്യഗന്ധം എപ്പോഴും ദേഹത്തുണ്ട്. അപ്പൊ ആ മണം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഓർമ്മകളാണ്. അങ്ങനെ ഒരു പാട്ട് പാടി ഞങ്ങളെ തരിക, പാട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു കറക്റ്റ് ഗൈഡൻസ് കിട്ടില്ല. ഇവരും ബിസി ആയിരുന്നുകൊണ്ട് അങ്ങനെ സരിഗമപ്പ പോലും പഠിക്കാൻ പറ്റില്ല. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ് ആണ് എന്ന് ഞാൻ, ഏറ്റവും വലിയ പരാജയമാണെന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് അറിയാം. മതിച്ചേട്ടാ, അസലായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. എനിക്ക് തോന്നിയത് ബ്രെത്ത് കൺട്രോൾ ഒരു ചെറിയ പ്രശ്നമാണ് മെയിനായിട്ട് തോന്നിയത്. പിന്നെ സംഗതികൾ പാടുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലോ വന്നാൽ കൊള്ളാമെന്ന് തോന്നി. കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ആക്കണം എന്ന് എനിക്ക് തോന്നി. നന്നായിട്ട് പാടി. ഓർക്കസ്ട്ര, ഞാനൊരു പാട്ട് പാടിയത് വളരെ ഹിറ്റാണ്. തമിഴിൽ എൻ്റെ ആദ്യത്തെ മെയിൻ മെഗാ ഹിറ്റ് എന്നുള്ളത് ഈ രാഗത്തുള്ളൊരു പാട്ടാണ്. തോഴി കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി. ഉൻവിഴി മുതൽ മൊഴി വരെ മുഴുവതും കവിതകളകമെത് പുറമെത് പുരിന്തത് പോലെ കനാ കണ്ടേനടി. ഉൻമുടി മുതലടി വരെ മുഴുവതും ഇനിമകൾ സുവയത് സുഖമെത് അറിന്തത് പോലെ കനാ കണ്ടേനടി. തോഴി കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി. വേറൊരു പാട്ട് പോലെ എനിക്ക് ഇഷ്ടം. അത് കണ്ടേ കണ്ടേ മധുരയിലെ പാട്ട്. അത് ഭയങ്കര ഫേവറേറ്റ് സോങ് ആണ്. മധുചേട്ടാ വിട്ടുകൊടുക്കരുത്. 4 വരി. കണ്ടേ
கண்டேன் எதிர்காலம் நான் கண்டேன் கொண்டேன் கொண்டேன் உயிர் காதல் நான் கொண்டேன் இரு விழியினிலே அவன் அழகுகளை மிக அருகினிலே அவன் இனிமைகளை தின்றேன் தின்றேன் தைவிட்டாமல் நான் தின்றேன் கண்டேன் கண்டேன் எதிர்காலம் நான் கண்டேன் கொண்டேன் கொண்டேன் உயிர் காதல் நான் கொண்டேன் இரு விழியினிலே அவன் அழகுகளை மிக அருகினிலே அவன் இனிமைகளை தின்றேன் தின்றேன் தைவிட்டாமல் நான் தின்றேன் கண்டேன் கண்டேன் எதிர்காலம் நான் கண்டேன் கண்டேன் സൂപ്പർ ചേട്ടാ നല്ല രസമുള്ള ഗംഭീര പാട്ട്. മഞ്ജരി സൂപ്പറായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഉഗ്രൻ. താങ്ക് യു. ശ്രീകുട്ടി വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയാണ്. അസലായി. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ഈ ഒരു പാട്ടിനെ പറ്റിയിട്ട് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ പടമാണ് ശരിക്കും. ശ്രീകുട്ടി, എനിക്കിതില് ആകെപ്പാടെ തോന്നിയത് കുറച്ച് ഷെയ്ക്കി ആവുന്നുണ്ടായിരുന്നു. അതല്ലാതെ അതിമനോഹരമായിട്ട് പാട്ട് പഠിച്ച് അതിന്റെ രീതിയിൽ തന്നെ അത് പാടി. ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മഞ്ജരി. ആശ ചേച്ചി. ശ്രീകുട്ടിയുടെ പാട്ടുകളെല്ലാം എപ്പോഴും ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. എല്ലാം ഫീൽ ചെയ്ത് പാടുന്നതാണ്. ഇന്നിപ്പോൾ ഒരു അമ്മ അപ്പം കുഞ്ഞുവാവെ നോക്കി പാടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഓരോ വരികളും അർത്ഥവത്താക്കി തന്നെയാണ് ശ്രീകുട്ടി പാടിയത്. താങ്ക് യു സോ മച്ച് ശ്രീകുട്ടി, ഈ ഒരു പാട്ട് പാടിയതിൽ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ ഞങ്ങൾ ഈ പാട്ട്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മുടെ ജഡ്ജസ് ഒക്കെ മാർക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ശ്രീകുട്ടിയുടെ പെർഫോമൻസിന്. ഇനി ശ്രീകുട്ടി ഈ റൗണ്ടും താണ്ടി അടുത്ത റൗണ്ടിലേക്ക് സേഫ് ആകുമോ ഇല്ലയോ എന്നറിയാനുള്ള സമയമാണ്. മനോജ് ചേട്ടാ, ഇനി ഡെയിൻ്റെ സമയമാണ്. ഡെയിൻ ഒരു അഭിനയം ഇപ്പൊ ഇവിടെ കാഴ്ചവെച്ച് കണ്ടോളൂ. ഇതിപ്പോ നിങ്ങൾ എന്നെ വിലയിരുത്തുന്നതാണോ എന്നറിയില്ല. ഇതെങ്ങനെ മുൻപോട്ട് ക്യാരക്ടർ വിടാൻ പാടില്ല, ക്യാരക്ടർ വിടാൻ പാടില്ല. പിടിക്കൂ ശ്രീകുട്ടി. റിസൾട്ട് പറയട്ടെ. പറഞ്ഞു. ശ്രീകുട്ടി, യു ആർ സേഫ്. താങ്ക് യു ചേച്ചി. തുടങ്ങിയപ്പോഴേ ശ്രീകുട്ടിക്ക് സേഫ് ആണ്. അത്ര നല്ല അഭിനയമായിരുന്നു. തുടങ്ങിയപ്പോഴേ അറിയാം. ഓക്കെ, അപ്പൊ ശ്രീകുട്ടി എന്തായാലും സേഫ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്യാൻ അടിച്ചു പൊളിക്കാം. ഓക്കെ താങ്ക് യു. മനോജേട്ടാ, ഇതിപ്പോ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ 2-3 ഇങ്ങനെ ചീറ്റിപ്പോവും. പക്ഷെ ചിലവര് എന്റെ വീഴും, ചിലവരെ ടെൻഷൻ അടിപ്പിക്കാൻ പറ്റും. അവർക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് കേട്ട് കഴിഞ്ഞാൽ അവർ പേടിക്കുന്നു. ഇത് ഉറപ്പായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം. അതിപ്പോ മനോജേട്ടൻ അവിടെ നിന്നെങ്കിൽ നല്ല സുന്ദരമായി അവരെ പേടിപ്പിച്ചേനെ. എനിക്ക് അവരെ വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ ഇനി എന്തായാലും ഒരു ഡ്യുവറ്റ് റൗണ്ടിലോട്ട് പോവാണ്. നമ്മുടെ 2 മ്യൂസിക്കൽ വോയിസ് ആണ് ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ ആ 2 പേരെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ജോയ്സ് ആൻഡ് അമൃത. ക്യാരക്ടർ ഡിവറ്റ് റൗണ്ട് ആണ് അടുത്തത്. അതിൽ ഞങ്ങൾ ഒരുമിച്ചാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അതെ, ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന സോങ് മധുചന്ദ്രലേഖ എന്ന മൂവിയിലെ കുസുമവദന എന്ന് തുടങ്ങുന്ന സോങ് ആണ്. അത് നല്ലൊരു ഫണ്ണായിട്ടുള്ള ഒരു സോങ് ആണ്. പ്രാക്ടീസ് ചെയ്തതൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇനി ഫ്ലോറിലും അതുപോലെ തന്നെ എൻജോയ് ചെയ്യണം. നമുക്ക് ഫ്ലോറിൽ പാടാൻ പറ്റണം. അപ്പൊ ഇനി ഫ്ലോറിൽ കാണാം. ഇതാരാണ് വഴക്കം കൂടി കൊണ്ടുവരിക? സാധാരണ നിങ്ങൾ കൈ കോർത്ത് പിടിച്ചൊക്കെയാണല്ലോ വരാറുള്ളത്. ഒരുമിച്ച് കണ്ട സംഭവം എന്താ? ഇതെന്താ 2 പേര് 2 വേഷം? ഇവളെ എന്റെ ഏട്ടനെ തട്ടിയെടുക്കാൻ നോക്കുന്നു. ആരാ ഏട്ടൻ? ആ തട്ടിയെടുക്കുന്ന ഏട്ടൻ ആരാ? അതൊക്കെ ഉണ്ട്. എന്റെ പാട്ടുകാരൻ ഏട്ടൻ. എന്നെ ഒന്ന് പരിചയപ്പെടുത്ത്. അതെ, പുതിയ ഏട്ടനാണ്. ഈ ഏട്ടൻ മതിയോ താൽക്കാലികമായിട്ട്? പാട്ട് പാടുന്ന ഏട്ടനാണെന്നല്ലേ പറഞ്ഞേ? പാട്ട് പാടും, നന്നായി അഭിനയിക്കും. പക്ഷെ മനോജാറിനെ വീഴ്ത്തണം, പാട്ട് പാടി വീഴ്ത്തണം. ഞാനായിരിക്കും വീഴ്ത്താം. ഞാനായിരിക്കും വീഴ്ത്താം. അതെ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. അപ്പൊ നിങ്ങളുടെ പോരാട്ടം തുടങ്ങട്ടെ. ഓക്കെ ഓക്കെ.
കുസുമവദന മോഹ സുന്ദര മത്തന ലളിത ഗാന വല്ലഭ ഓ കുസുമവദന മോഹ സുന്ദര മത്തന ലളിത ഗാന വല്ലഭ ഒരു ഹാൻസം കയ്യടാ ഒരു ഹാൻസം കയ്യടാ ഔ ചപ്പി ചിക്കി നാട്ടി കയ്യടാ കൊലുസിനലസ നടനമേ മയിലിനൊത്തൊരഴകിയേ നളനു പ്രണയ തൂതു പോയ രാജഹംസമേ കുസുമവദന മോഹ സുന്ദര 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 പട്ടണം ഞെട്ടണം പാട്ടുപാടുന്നോരൻ കുട്ടുമണ്ണിക്കുട്ട നിന്റെ പെണ്ണായും കണ്ണായും എന്നും ഞാനില്ലേ മൈക്കെടുത്ത മരമാടുന്ന നേരത്ത് മൈക്കിൾ ജാക്സണല്ലേ നിന്റെ പാട്ടായും കോട്ടായും കൂടെ ഞാനല്ലേ എൻ പൈങ്കിളിക്കിതാ ഒരു കുഞ്ഞു സമ്മാനം പുള്ളിക്കുയിലേ നിന്റെ കുറുമ്പിൽ ഒരു കിങ്ങിണി പൂമുത്തം കുസുമവദന മോഹ സുന്ദര മത്തന ലളിത ഗാന വല്ലഭ ഒരു ഹാൻസം കയ്യടാ കയ്യടാ ഔ മൈ സ്വീറ്റ് ഹാർട്ട് കാലത്തെഴുന്നേറ്റ് കിച്ചണിലെത്തുമ്പം കോഫിയും കോൺഫ്ലേക്സും നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്നും കൊണ്ടുതരാലോ ദൂഷനില വെച്ച് തുമ്പപ്പ് ചോറിട്ട് സാമ്പാറും ചമ്മന്തിയും നിന്നെ മാമൂട്ടാം താരാട്ടാം തങ്കക്കുടമല്ലേ നിന്നെ ബെൻസിലേറ്റി ഞാൻ എന്നും കൊണ്ടുപോയതാ എന്റെ കരളെ നിന്റെ കവിളിൽ ഒരു കിങ്ങിണി പൂമുത്തം ഒരു ഹാൻസം കയ്യടാ ഒരു ഹാൻസം കയ്യടാ ഔ ചപ്പി ചിക്കി നാട്ടി കയ്യടാ ഓ കുസുമവദന മോഹ സുന്ദര മത്തന ലളിത ഗാന വല്ലഭ കൊലുസിനലസ നടനമേ മയിലിനൊത്തൊരഴകിയേ നളനു പ്രണയ തൂതു പോയ രാജഹംസമേ കുസുമവദന ഉള്ളൊരു കുസുമവദന ക്യൂട്ടി മോഹ സുന്ദര ചപ്പി ചിക്കി സുന്ദര ജോയ്സ്, അമൃത, രണ്ടുപേരും ക്യാരക്ടർ ഡ്യൂറ്റ് റൗണ്ടിലാണ് പെർഫോം ചെയ്തത്. രണ്ടുപേരുടെയും ക്യാരക്ടർ സെലക്ഷൻ അല്ലേ? അതെ. എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ ഒരു അഭിനയം അതിശയിപ്പിച്ചു കഴിഞ്ഞു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു ക്യാരക്ടർ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതെ, മനോജേട്ടൻ ഇവിടെ ഇരിക്കുമ്പം നമ്മുടെ പിള്ളേർ ഇത്ര നന്നായിട്ട് ചെയ്യുമ്പോൾ കണ്ടോ മനോജേട്ടാ എന്നുള്ളൊരു ഭാവത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അസലായിട്ട് ചെയ്തു ക്യാരക്ടർ റൗണ്ട് അന്വർത്ഥമാക്കി. താങ്ക് യു സർ. കേട്ടോ, ഞാനൊന്ന് പരിചയപ്പെട്ടു. എന്താ പേര്? അമൃത. അമൃത. അദ്ദേഹം ജോയ്സ്. എന്ത് ചെയ്യുന്നു രണ്ടുപേരും? ഞാനൊരു പ്രൈവറ്റ് ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. എന്റെ പൊന്നു. ഞാനൊരു കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു, ഗവൺമെന്റ് ഗസ്റ്റ് ലെക്ചറർ ആയിട്ട്. ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് PhD ജോയിൻ ചെയ്തു. എനിക്ക് വയ്യ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒരു ടഫ് സോങ് ആണിത്. കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് നമ്മളൊക്കെ വിട്ടിരുന്ന് ഇങ്ങനെയൊക്കെ വെക്കാം. പക്ഷേ അതല്ല, നന്നായി പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മത്സേട്ടാ, ജോയ്സ്, അമൃത, യെസ് സർ. അടിപൊളിയായിരുന്നു. ഉഗ്രനായിരുന്നു. നല്ല Thank you, രസമുണ്ടായിരുന്നു. thank നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും നിങ്ങളുടെ പെർഫോമൻസ് കാണാനും.
താങ്ക് യു സർ. പാട്ട് എന്താ പറയാ ഭയങ്കര രസമായിട്ട് നിങ്ങൾ അത് കൈകാര്യം ചെയ്തു. ഫസ്റ്റ് പലവില് അമൃത ഒരു ചിരി ഇരിക്കണല്ലേ, കുസുമവദന മോഹസുന്ദര, ആ ചിരി മാത്രം ഇങ്ങനെയായി പോയി. എന്റെ വോയിസ് അതും അതെ, ഒറിജിനൽ വോയിസ് വന്നു. ജോയ്സിന്റെ ഇംഗ്ലീഷ് ആക്സെന്റിലുള്ള സ്റ്റൈലും എല്ലാം അടിപൊളിയായിരുന്നു. പല്ലവിയില് നിന്റെ പാട്ടായും കൂട്ടായും എന്ന് പടിതാര ജോയ്സ് അത് കുറച്ചൊന്ന് പെർഫെക്ഷൻ വേണമായിരുന്നു, കുറച്ചൊന്ന് നോട്ട് കറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തില്ല. ചരണത്തില് അമൃതയല്ലേ, താരാട്ടാം തങ്കക്കുടമല്ലേ, അതെ, അതും ഈ പറഞ്ഞ പോലെ മൈന്യൂട്ട് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് അസലായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തു. ഉഗ്രനായിരുന്നു. കേട്ടോ, വളരെ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. സുന്ദരികളെ എന്തോ തകർത്തു, ഉഗ്രനായിരുന്നു. ചേച്ചി. എനിക്ക് ഈ പാട്ടിനകത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ എക്സ്പ്രഷൻസ് ആണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ ഒരു എഫേർട്ടിന് ശരിക്കും ഒരു വലിയ കയ്യടി. ഇന്ന് ഇവിടെ വന്ന് 3 പേര് പാടിയ പാട്ട് 2 പേരായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്ത് മെയിൽ പോർഷൻസ് ഒക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. കാവാലം ശ്രീകുമാർ സാർ പാടിയതാണ്. ശരിക്കും ആ ഒരു സിനിമ കണ്ട ഫീൽ ഉണ്ടായിരുന്നു. ഗംഭീരം. ഓൾ ദ വെരി ബെസ്റ്റ് രണ്ടുപേർക്കും. അപ്പൊ രണ്ടുപേർക്കൊരു പാട്ട് ഇതേ രാഗത്തിൽ റഹ്മാൻ സാർ ചെയ്ത് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പാടിയൊരു പാട്ടിന്റെ കുറച്ച് വരികൾ. ഉയരും നീയേ ഉടലും നീയേ ഉറവും നീയേ തായേ, ഉയരും നീയേ ഉടലും നീയേ ഉറവും നീയേ തായേ, தன்னுடலில் சுமந்து உயிரை பகிர்ந்து உருவம் தருவாய் நீயே, தன்னுடலில் சுமந்து உயிரை பகிர்ந்து உருவம் தருவாய் நீயே, உன் கண்ணில் வழியும் ஒரு துளி போதுം കടലും മുറുകും തായേ, ഉൻ കണ്ണിൽ വഴിയും ഒരു തുളി പോതും കടലും മുറുകും തായേ. സാറിന് അഭിനയിക്കുമ്പോഴാണോ നന്നായിട്ട് പാട്ട് പാടുന്ന ഞങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, വീഡിയോ പല കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് രണ്ടില് ഏത് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം ലഭിക്കുക? പാടി അഭിനയിക്കുമ്പോൾ. ഉത്തരം കിട്ടിയില്ലേ? ഏത് ക്യാരക്ടർ ചെയ്തപ്പോഴാണ് ഇങ്ങനെ പാടി അഭിനയിക്കേണ്ടി വന്നപ്പോ ഒരു ടഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? കുടുംബസമയത്തിലും സോപാനത്തിലും ഒക്കെ റിയൽ ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ അങ്ങനെ പാടി ചെയ്തിട്ടുണ്ട്, സ്വരങ്ങളൊക്കെ പഠിച്ചു. ഇപ്പം എൻ്റെ പറഞ്ഞ ക്ഷീരസാഗര ശയന, അതൊക്കെ ദാസന്റെ ഏറ്റവും ഫേവറേറ്റ് കൃതികളുണ്ട് കുറച്ച്, അതൊക്കെ ഞാൻ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതെനിക്കൊന്ന് വേറൊരു മലയാളത്തിൽ വേറെ നടന്ന ദാസന്റെ ഏറ്റവും ഫേവറേറ്റ് കീർത്തനങ്ങൾ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ക്ഷീരസാഗര ശയന, അങ്ങനെ അങ്ങനെ അറിയുക. ക്ഷീരസാഗര ഞാൻ വേണം അഭിനയിക്കാം. മധു പാടിക്കോട്ടെ. മധു ക്ഷീരസാഗര ശയന ക്ഷീരസാഗര ശയന ചിന്തലബേട്ടവരേ രാമ ക്ഷീരസാഗര ശയന. മധു എന്ത് പാടാൻ പോകുന്ന എനിക്കൊരു പിടിയില്ല. പക്ഷെ മനോജേട്ടാ ഞങ്ങൾക്ക് പക്ഷെ ഡേൻ ഇത് ഇങ്ങനെ പാടാൻ മനോജേട്ടന് പറ്റും. അതെ, അന്ന് ഉച്ചയ്ക്ക് പാടിപാട്ട് ആശുപത്രം പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടിലെയും ആ പാട്ടൊന്ന് കേട്ടു നോക്കും. ഒന്നിനി ശ്രുതി താഴ്ത്തി
പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. താങ്ക് യു മനോജ് ചേട്ടാ, താങ്ക് യു. ജോയ്സ്, അമൃത, ഇനി നമുക്ക് റിസൾട്ട് അറിയാനുള്ള സമയമാണ്. കഴിഞ്ഞ ആഴ്ച അമൃത ഡേഞ്ചർ സോണിൽ എത്തിയ ആളാണ്, എന്നിട്ട് പാടി വീണ്ടും തിരിച്ചെത്തിയ ആളാണ്. അപ്പൊ ഈ പ്രാവശ്യം ഡേഞ്ചർ സോണിലോട്ടുള്ള വഴി തുറന്നാണോ കിടക്കുന്നത്, അതോ നമുക്ക് ആ വഴി പോകണ്ട? ആ വഴി പോകണ്ടെന്നാണ് ആഗ്രഹം, അത് അടഞ്ഞു തന്നെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ അമൃതയുടെ പാട്ടാണ് ആ വഴി അടയ്ക്കുമോ തുറക്കുമോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. ജോയ്സ്, ഇന്നൊരു പെർഫോമൻസ് കൂടി ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ജഡ്ജസ് ഒക്കെ മാർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ മാർക്കുകൾ കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള റിസൾട്ടാണിത്. ജോയ്സ്, ഐ എം സോറി, യു ആർ ഇൻ സേഫ് സോൺ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും നമ്മളിതാ ഈ റൗണ്ട് സേഫ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഒരു പെർഫോമൻസ് കൂടി ഉണ്ട് അല്ലേ? അപ്പൊ നന്നായി പെർഫോം ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഇനി നമുക്ക് അമൃതയുടെ റിസൾട്ട് അറിയാം. റിസൾട്ട് പറയട്ടെ. അമൃത, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ് രണ്ടുപേർക്കും. രണ്ടുപേരും സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇനി ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ്. ഫേവറേറ്റ് സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു ആതിര വിജിത്ത്. ഫേവറേറ്റ് സോങ് റൗണ്ടാണ് പാടാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പാട്ട് നന്ദനം ഫിലിമിലെ ചിത്രചേച്ചി പാടിയ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന് പറയുന്ന സോങ്ങാണ്. കഴിഞ്ഞ റൗണ്ടിൽ സേഫ് ആയിരുന്നു, ഡ്യൂട്ട് റൗണ്ടായിരുന്നു, സേഫ് ആയിരുന്നു. ഇപ്രാവശ്യവും അതുപോലെ തന്നെ സേഫ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനി ഫ്ലോറിൽ കാണാം. ആതിര, വീണ്ടും പട്ടുപാവടിട്ട് അടുത്ത ഒരു പാട്ടുകാരി വന്നിരിക്കുകയാണ്. കുഞ്ഞു കൃഷ്ണൻ താഴെ ഡ്രസ്സില് ഒരു ഭംഗിയാ. നല്ലൊരു സോങ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടുക. ആ
ഓടക്കുഴലിൻ്റെ ഉള്ളിൽ വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. അതിനാ എന്തോ നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. നമ്മൾ ഈ പാട്ട് എവിടെ കേട്ട് കഴിഞ്ഞാലും അല്ലെ നമ്മളെ ആ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടേ പോകൂ. നല്ല ഫീലായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് പാട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മതിച്ചേട്ടാ, പാട്ട് അതുപോലെ തന്നെ വളരെ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല നല്ല ഫീലിലാണ് മോള് പാടിയത്. പ്രത്യേകിച്ച് അവസാനം കൃഷ്ണ എന്നുള്ള വിളിയിലേക്ക് ശരിക്കും എൻ്റെ കണ്ണും അറിയാതെ നിറഞ്ഞുപോയി. ഹമ്മിങ്ങില് ആ ഭാഗം അതൊന്ന് പാടാമോ? അവിടെ അവിടെ ഒരു ജർക്ക് വരുന്നുണ്ട് ഇടയില്. അത്രേ ഉള്ളൂ. കുറച്ചു യെസ്, ബെറ്ററായി. ഓക്കെ, അതാണ് അതൊരു പ്രശ്നം. പിന്നെ പല സ്ഥലത്തും ബ്രത്ത് ശ്വാസം കിട്ടാതെ കട്ടായിട്ടുണ്ട്. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ അസലായിരുന്നു. ഇതും കൂടി ഒന്ന് ക്ലിയർ ആയിട്ടിരുന്നെങ്കിൽ ഈ ഗോൾഡൻ ബസർ അടിച്ചേനെ. യെസ്, അസലായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാനത് ഇറങ്ങിയ സമയത്ത് എല്ലാ വേദികളിലും കയറി ഇറങ്ങിയ പാട്ടായിരുന്നു. ഈ പാട്ട് പാടാത്ത ഒരു വേദിയില്ല. അതിര പാടുമ്പോഴത്തേക്ക് ചില ഭാഗങ്ങളൊക്കെ കുറച്ച് മോഡുലേഷൻ അങ്ങ് കൂടി പോകുന്നു, ചില സ്ഥലത്ത് അത് കുറവാണ്. കുറച്ചുകൂടി ഒരു വോയിസ്, ഒരു പ്രസൻസ് കൊടുക്കണം നമ്മുടെ വോയിസ് അതിനകത്ത്. പിന്നെ ചില സംഗതികൾ പാടുമ്പോൾ ആതിര കുറച്ച് റഫ് ആവുന്നുണ്ട്. സൂപ്പർ സോങ് സെലക്ഷൻ ഞങ്ങളെ ശരിക്കും വേറൊരു ലോകത്ത് എത്തിച്ചു. താങ്ക് യു. ഒന്ന് ഗുരുവായൂർ പോയി തൊഴുതു വന്ന ഫീലാണ് ശരിക്കും പാട്ട് എപ്പോൾ കേട്ടാലും. അത് നന്നായി പാടി ആതിര കേട്ടോ, നന്നായി പാടി. ഇടയ്ക്കൊരു കൃഷ്ണ ഭഗവാൻ തന്നെ തന്ന മയിൽപ്പീലിയാന്ന് കരുതിയാൽ മതി അത് കേട്ടോ. ഭക്തിയാണോ? ഗുരുവായൂർ പോവാറുണ്ടോ? അതെ, പോവാറുണ്ടല്ലേ? പോവാനായിട്ടില്ല. അവസ്ഥ എനിക്കും ഉടനെ പോകാൻ പറ്റട്ടെ. ഈ പാട്ട് പാടിയത് അതിനു വേണ്ടി ആവട്ടെ. ഭാഗം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ഫീലായിരുന്നു കേട്ടോ. പാടി തുടങ്ങുന്ന ഒരു നിമിഷം മാത്രമാണ് ഇതൊരു പ്രോഗ്രാമാണ്, ഒരു മ്യൂസിക്കൽ വൈഫിന് റിയാലിറ്റി ഷോ ആണെന്നൊക്കെ എനിക്ക് തോന്നിയുള്ളൂ. തുടങ്ങി പല്ലവി അങ്ങ് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് മുഴുവൻ ഞാൻ ഗുരുവായൂർ അമ്പല നടയിൽ ഇങ്ങനെ ഭഗവാനെ നോക്കി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഓരോ നിമിഷവും എന്ത് രസമായിട്ടാണ് മോള് മനോഹരമായിട്ട് ഹൃദയത്തിൽ നിന്ന് പാടിയതായിട്ടാണ് തോന്നിയത്. അതിമനോഹരമായിട്ട് പാടി. അതിൻ്റെ അവസാനം പാടി ചരണം എത്തി കഴിയുമ്പോഴത്തേക്കും കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ബാക്കിൽ ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതുപോലെ. സത്യം പറഞ്ഞ ആ സമയത്ത് ഞാൻ തൊഴുതുപോയി എന്ന് വേണം പറയാൻ. താങ്ക് യു. ഇത് ഹരി കാമ്പോജി ബേസ് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ ഇതില് വേറൊരു പാട്ട് ഞാൻ ആതിരയ്ക്കൊന്ന് പാടിത്തരാം. സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ, മധുരവികാരങ്ങൾ ഉണർത്താതെ മാസ്മരണഹരിപ്പൂ വിടർത്താതെ ഇനിയുറങ്ങൂ, വീണുറങ്ങൂ, സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ, മധുരവികാരങ്ങൾ ഉണർത്താതെ മാസ്മരണഹരിപ്പൂ വിടർത്താതെ ഇനിയുറങ്ങൂ, വീണുറങ്ങൂ, സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ. आजा रे मैं तो कब से खड़ी इस पार, ये अखियाँ थक गई पंथ निहार. आजा रे मैं तो कब से खड़ी इस पार, ये अखियाँ थक गई पंथ निहार. आजा रे
കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണ മീട്ടുന്നു ഞാൻ കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണ മീട്ടുന്നു ഞാൻ നെഞ്ചിലെ മോഹമാ ജലശൈലിയിൽ സ്വരക്കൂട് കൂട്ടുന്നു ഞാൻ ദേവി കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണ മീട്ടുന്നു ഞാൻ എനിക്ക് പറയാനുള്ളത് ആതിരയുടെ സോങ് സെലക്ഷൻ, ഒപ്പം തന്നെ ആതിരയുടെ പ്രസന്റേഷൻ നമ്മളെല്ലാവരും ആ ഒരു കണ്ണന്റെ അടുത്ത് എത്തിച്ചു. അപ്പോൾ ഇനി സേഫ് ആണോ അല്ലയോ എന്നറിയാനുള്ള സമയമാണ്. അതെ, എന്തായാലും കണ്ണന് വേണ്ടിയിട്ടാണ് പാട്ട് പാടിയത്. അപ്പോൾ കണ്ണൻ എന്തായാലും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും റിസൾട്ട്? സേഫ് ആയിരിക്കും. സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ എന്തായാലും അതിര ഈ റൗണ്ട് നമ്മൾ താണ്ടി അടുത്ത റൗണ്ടിലോട്ട് സേഫായി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കാം. തീർച്ചയായും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫേവറേറ്റ് സോങ് റൗണ്ടിലാണ് അടുത്ത മത്സരാർത്ഥി ഇവിടെ പെർഫോം ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രുതി എസ് ബാബു. കോമ്പറ്റീഷൻ ഇപ്പോൾ 8ാം വാരം എത്തി നിൽക്കുകയാണ്. ഞാൻ ഇന്ന് ഫേവറേറ്റ് സോങ് റൗണ്ടിൽ പ്രണയവർണ്ണങ്ങൾ എന്ന മൂവിയിലെ ആരോ വിരൽ മീട്ടി എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. അത് നന്നായി പാടാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതി, നമ്മുടെ ടീമിനോട് മാച്ച് ആയിട്ടുള്ള ഒരു കളറൊക്കെ ആയിട്ടുള്ള കോസ്റ്റ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരോ
ഫേവറേറ്റ് സോങ് റൗണ്ടിലെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അതെ. നന്നായി പാടാൻ പറ്റിയോ? ആ പാട്ടിന്റെ ഫീലിലങ്ങ് പാടി. സ്വന്തമായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ കണ്ടെത്തിയോ? അതാ ഒരു അവര് പറഞ്ഞോളൂ അല്ലേ? ശരി, അപ്പൊ അവരോട് ചോദിക്കാം. മഞ്ജരി, രസമാണ് ശ്രുതി പാടുന്നത് കാണാൻ. ശ്രുതിക്ക് എന്ത് പറ്റി ഇന്നത്തെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യം അത് കേൾക്കാം. സുഖമില്ല. എന്ത് പറ്റി സുഖമില്ലാത്തത്? ചുമയുണ്ട്. ചിരിച്ചു പറയുന്നോണ്ട് നമുക്കറിയാം വലിയ കുഴപ്പമില്ല. കുറെയൊക്കെ വീക്കായി പോയി. പാടുന്തോറും ശബ്ദം വീക്കായി അവസാനം എത്തിയപ്പോഴത്തേക്ക് വല്ലാണ്ട് ക്ഷീണം നമുക്കത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യാം. കുറച്ച് അധികം പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് പറയാം. ഓക്കെ, നന്നാവട്ടെ അടുത്ത പ്രാവശ്യം. മഞ്ജരി. മനോജ് ചേട്ടാ? ശ്രുതി എസ് ബാബു, ഈ മനോജ് കെ ജയൻ എന്നൊക്കെ പറയുന്നത് അടുത്തൊരു ഇനീഷ്യൽ വന്നിട്ടുണ്ട് അല്ലേ? മഞ്ജരി പറഞ്ഞ പോലെ കാണാൻ നിങ്ങൾ എപ്പോഴും സ്വതവേ നന്നായിരിക്കും. തലശ്ശേരി കണ്ണൂർ ആൾക്കാരല്ലേ? ഒരാൾ ഉദാഹരണത്തിരിക്കുന്നു. സുന്ദരിമാരാണ് പൊതുവേ. അത് മനോജേട്ടനെ പോലുള്ള ഒരു സുന്ദരൻ പറയുമ്പോൾ നമുക്ക് അതിലൊരു കോംപ്ലിമെന്റ്. കലക്കി. ഞാൻ ഈ എന്റെ രണ്ടാം വിവാഹത്തിന്റെ സമയമായപ്പോൾ, മീൻസ് അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് ഫോഴ്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിൽ തീരുമാനമുണ്ട്, ആശ മധു, ഇനിയൊരു കല്യാണം ഉണ്ടെങ്കിൽ തലശ്ശേരി എന്നോ കണ്ണൂരിൽ നിന്നുള്ള കുട്ടിയായിരിക്കണം. സത്യം പറയാ, അങ്ങനെ എന്തോ പണ്ട് മുതൽ അവിടെ ഷൂട്ടിങ്ങിനൊക്കെ പോയി ഇവരെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ കണ്ടിട്ടേ നല്ല സ്വഭാവമാണ്, അത് സൗന്ദര്യം മാത്രമല്ല. അപ്പം ഇനി അങ്ങോട്ട് ഇതിലൊരു കുട്ടിയെ മതി നേരിരുന്ന. പക്ഷേ തിരുവനന്തപുരം സൈഡിൽ നിന്ന് തന്നെ വീണ്ടും ആശ വന്നു. പക്ഷെ ആശയ്ക്ക് തലശ്ശേരിക്കാരുടെ സ്വഭാവവും സൗന്ദര്യവും കിട്ടിയിട്ടുണ്ട്. തലശ്ശേരിക്കാരത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പാട്ട് എനിക്കിഷ്ടപ്പെട്ടു. പറഞ്ഞാൽ ഞാൻ ആദ്യം ആശയോട് പറഞ്ഞു, കുട്ടിക്ക് എന്തോ ചെറിയ എന്തോ പ്രശ്നമുണ്ട്, മീൻസ് ജലദോഷമോ ചുമയോ അങ്ങനെ എന്തെങ്കിലും കാണും. കാരണം ചില സ്ഥലത്ത് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. ബ്രത്തിന്റെ വിഷയങ്ങളൊക്കെ തോന്നി എനിക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശ്രുതിയെ നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ ഇതിനേക്കാളൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ഉയർന്നു കയറി വരട്ടെ, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മനോജ്. ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരു സംഗീതം. ശ്രുതി ആണ് കുറച്ച് പ്രശ്നം ആദ്യം തന്നെ. തുടക്കത്തിലൊക്കെ ശ്രുതി പലപ്പോഴും കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ പല ഹൈ പിച്ച് പോർഷൻസിലെല്ലാം ശ്രുതി കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു. ഇപ്പം ശ്രുതി ഇപ്പോൾ പറഞ്ഞപ്പോൾ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എഴുതി വെച്ചതൊക്കെ മുഴുവൻ പറയണമെന്നായി ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും ശ്രുതി വിചാരിക്കരുത്. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിപ്പോയി, ഇന്നത്തെ ഭാഗ്യമില്ലായ്മ, നിർഭാഗ്യം എന്ന് വിചാരിച്ചാണ്. ചില ദിവസങ്ങൾ അങ്ങനെയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബസ് കിട്ടിയിട്ടുള്ള ആളാണ് കേട്ടോ മനോജ്. ഭയങ്കര ഇഷ്ടമാണ് മോളുടെ പാട്ട്. മോളുടെ മാത്രമല്ല നമ്മുടെ എല്ലാ കുട്ടികളുടെയും പാട്ട് ഇഷ്ടമാണ്. സ്പെഷ്യലി ഐ ലവ്ഡ് യുവർ വോയിസ് ഓൾവേസ്. ഒരു പ്രത്യേക വോയിസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. ഉമ്മ ലവ് യു. ഡോണ്ട് വറി. അങ്ങനെ നമ്മുടെ ജഡ്ജസ് ഒക്കെ ജഡ്ജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇനി അധികം ടെൻഷൻ എടുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്തായിരിക്കും? ശ്രുതി ഇതുവരെയും ഡേഞ്ചർ സോണിൽ എത്തിയിട്ടില്ല അല്ലേ? 3 തവണ ഗോൾഡൻ ബസ്റ്റർ നേടിയ ആളാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള ശ്രുതിയുടെ ഒരു പെർഫോമൻസ് ഇതിനു മുമ്പ് വന്നിട്ടില്ല അല്ലേ? ഇല്ല. ശ്രുതി, റിസൾട്ട് പറയട്ടെ? പറഞ്ഞോളൂ. യു ആർ ഇൻ ഡേഞ്ചർ സോൺ. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഗോൾഡൻ ബസ്റ്റർ നേടിയ ആളാണ്. നമ്മൾ തിരിച്ചു വരും എന്തായാലും. ഡേഞ്ചർ സോണിൽ നമുക്കൊരു അവസരം കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായി പാടാൻ പറ്റുന്ന ഒരു പാട്ട് പാടുക. ദാ സീറ്റിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം അടുത്ത ആഴ്ച എന്തായാലും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഫേവറേറ്റ് സോങ് റൗണ്ട് ആയാലോ? ലെറ്റ്സ് വെൽക്കം ശ്രീഷ്മ. ഇപ്രാവശ്യത്തെ റൗണ്ട് ഫേവറേറ്റ് സോങ് റൗണ്ടാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന ഫിലിമിലെ ശ്രേയ ഘോഷാൽ പാടിയ കാത്തിരുന്നു കാത്തിരുന്നു എന്ന് പറഞ്ഞ സോങ്ങാണ്. സോ സ്റ്റേജിൽ കാണാം. ശ്രീഷ്മ, എന്തോ മൊത്തത്തിൽ ഒരു വെള്ളമയം അല്ലേ? ശ്രീഷ്മ ടീച്ചറാണ് SH കോളേജ് തേവര അല്ലേ? അതെ. അവിടെ എത്ര വർഷമായി? ഇപ്പൊ കഴിഞ്ഞ മാസം കയറിയതേ ഉള്ളൂ. ആണല്ലേ? അറിഞ്ഞു ഇവര് കുറെ പരദൂഷണത്ത് പറഞ്ഞു പ്രണയ വിവാഹമായിരുന്നു. വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. സന്തോഷം കേൾക്കുന്ന നല്ല കാര്യം കേട്ടാ. എത്ര വർഷം പ്രണയിച്ചിട്ടാ കല്യാണം കഴിച്ചത്? 9 കൊല്ലം. 9 വർഷം അല്ലേ? അതും ഞാനിപ്പോ എടുത്തേക്കണ സോങ് ആയിട്ട് നല്ല ബന്ധമുണ്ട്. ഞാനിപ്പോ പാടുന്നത് കാത്തിരുന്നു കാത്തിരുന്നു എന്ന് നിന്റെ മൊയ്തീനുള്ള സോങ് ആണ്. ആ ടൈമിലാണ് ഞാൻ കത്തെഴുതിക്കൊണ്ടിരുന്നിരുന്നത്. 9 വർഷത്തെ ആ കാത്തിരിപ്പിന്റെ പാട്ടാണ് ഈ കാത്തിരിപ്പ്. ആ മധുരം ഞങ്ങളും കൂടെ കേട്ട് ആസ്വദിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.
കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നുപോയി വേനലിൽ തലങ്ങൾ പോൽ വളകളൂർന്നു പോയി ഓർത്തിരുന്ന് ഓർത്തിരുന്ന് നിഴലുപോലെ ചിറകൊടിഞ്ഞു കാറ്റിലാടി നാളമായി നൂലുപോലെ നീർത്തുപോയി ചിരി മറന്നുപോയി ഓരോ നേരം തോറും നീളും യാമം തോറും നിന്റെ ഓർമ്മയാലിരിഞ്ഞിടുന്നു ഞാൻ ഓരോരോ മാറിക്കാറും നിന്റെ മൗനം പോലെ എനിക്കായി പെയ്യുമെന്നു കാത്തു ഞാൻ മഴ മാറി വെയിലായി ദിനമേറെ കൊഴിയുന്നു തെന്നി തെന്നി കണ്ണിൽ മായി നിന്നെ കാണാൻ എന്നും 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 കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നുപോയി വേനലിൽ തലങ്ങൾ പോൽ വളകളൂർന്നു പോയി ഓളം മൂളും പാട്ടിൽ നീങ്ങും തോണിക്കാരം നിന്റെ കൂട്ടിനായി കൊതിച്ചിരുന്നു ഞാൻ ഓരോരോ മാറിക്കാറും നിന്റെ മൗനം പോലെ നമുക്കായി പെയ്യുമെന്നു കാത്തു ഞാൻ തിരി പോലെ കരയുന്നു തിര പോലെ തിരയുന്നു തെന്നി തെന്നി നോക്കും നേരം മുന്നിൽ പിന്നിൽ എന്നും 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 കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നുപോയി വേനലിൽ തലങ്ങൾ പോൽ വളകളൂർന്നു പോയി താങ്ക് യു. മനോജേട്ടൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഗോൾഡൻ ബസർ അത് രാശിയാണ്. അതാണ്. ഗ്രീഷ്മ, ഈ രാശിയിലൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഞാൻ വന്നതിന്റെ ഒരു ഐശ്വര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. സ്വയമായിട്ട് വിശ്വസിക്കുന്നു. ഞാനൊരു സ്വയം പൊങ്ങിയാണ് പൊതുവെ. എന്തായാലും മനോജേട്ടൻ വന്നത് ആ രണ്ടാമത്തെ പെർഫോമൻസിൽ തന്നെ നമുക്ക് ആ ഗോൾഡൻ ബസർ കാണാനുള്ള ഭാഗ്യം കിട്ടി. എന്റെയും ഫേവറേറ്റ് സോങ് ആയത്, ഒരുപാട് ഫേവറേറ്റ് ആയി. അപ്പൊ ആ പാട്ടെടുത്ത് ഇവിടെ കേൾക്കാൻ സാധിച്ചതിലുള്ള ആദ്യത്തെ സന്തോഷവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഗ്രീഷ്മ ഇത് അസലായി പാടുമെന്ന് എനിക്കറിയാന്നു, പക്ഷെ ഇത്രയും അസലാവുമെന്ന് ഞാൻ ഓർത്തില്ല. ആദ്യം പാടാൻ പറഞ്ഞ പാട്ട് ഓർമ്മയുണ്ടോ? അതെ. അനന്തു
ആദ്യം എത്രയോ ജന്മമായി. അനന്തുവിന് ഏത് പാട്ട് ഇപ്പൊ ശ്രീഷ്മ പാടണമെന്നാണ് തോന്നുന്നത്? എത്രയോ ജന്മമായാണോ? എത്രയോ ജന്മമായാണ്. അതാണ് ഫേവറേറ്റ് അല്ലേ? ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ ഒരു രണ്ടിലെ അതെ, നമുക്ക് ഈ വേദിയിലേക്ക് അനന്തുവിനെ കൂടി സ്വാഗതം ചെയ്യാം. അനന്തു പ്ലീസ്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. ലാലലാ, 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 ലാലലാ. സത്യം പറയാലോ, ഞാൻ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ അനന്തു വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ എന്ന് പറയാൻ വന്നതായിരുന്നു. അനന്തു അത് കൈന്നിട്ടു. പെർമിഷൻ വേണം. 9 വർഷം പ്രേമിച്ച ആൾക്ക് അല്ല, എന്നാലും ഒരു ചമ്മലുണ്ടാവുമല്ലോ പബ്ലിക് ആയിട്ടൊക്കെ ചിലപ്പോ. ശ്രീഷ്മ എന്തോ അസലായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. നല്ല കറക്റ്റായിട്ട് അത് പാടി, നല്ല ഫീലില് പാടി, വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് കേട്ടോ. ഒത്തിരി ഇഷ്ടം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മതിച്ചേട്ടാ. മഞ്ജരി. ശ്രീഷ്മ, അനന്തുവിന്റെ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ പ്രണയവും ആ കാലഘട്ടം മനസ്സിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഈ ഒരു പെർഫോമൻസ് ഗംഭീരായി. ശ്രീഷ്മയുടെ ഫീല്, ഈ പാട്ടിൽ കൊടുത്ത ഫീൽ വാസ് സൂപ്പർ. ഒന്നും പറയാനില്ല ഈ ഒരു പെർഫോമൻസിനെ പറ്റി. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മഞ്ജരി. ആശേഷി. ശ്രീഷ്മ എന്ത് രസമായിട്ടാണ് മോളെ പാടിയത്. താങ്ക് യു ചേച്ചി. ഫുൾ ടൈം ഇങ്ങനെ അത് അനുഭവിച്ച് പാടുകയാണെന്ന് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു ഓരോ നിമിഷവും. സന്തോഷം. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ശ്രീഷ്മ, ഇനിയിപ്പോ നമുക്ക് ടെൻഷൻ അടിപ്പിക്കേണ്ട പരിപാടിയൊന്നും ഇല്ല, കാരണം ഗോൾഡൻ ബസർ നേടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ആ ഗോൾഡൻ ചൈൽഡ് ഈ ഒരാഴ്ച ശ്രീഷ്മയ്ക്ക് ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടോന്ന്. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ രണ്ടുപേരും ചേർന്ന് തന്നെ പൊക്കോളൂ. ഇനി ഈ മലയാള സിനിമയിലെ 2 സൂപ്പർ സ്റ്റാർസിനെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് ഇനി അടുത്ത പെർഫോമൻസ് ആയിട്ട് വരുന്നത്. നമ്മുടെ 2 മത്സരാർത്ഥികൾ ക്യാരക്ടർ ഡ്യൂറ്റ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു. ആ 2 ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം അൽക്ക ആൻഡ് കീർത്തന. ഇന്ന് നമ്മൾ ഡ്യുവറ്റ് ക്യാരക്ടർ റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഞാൻ സെലക്ട് ചെയ്ത സോങ് ഹേ വാടാ തെമ്മാരി, രസികൻ എന്ന മെലോഡിയിലെ സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫ്ലോറിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. മമ്മൂക്ക, ലാലേട്ടൻ ക്യാരക്ടർ ആയിട്ടാണ് എല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് തന്നെ. മനസ്സിലാവുന്നില്ല ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ക്ലിയർ ആക്കി തരാം. ഇതാരാണ്? അൽക്ക. അതെ. ഓ കറക്റ്റ്. അൽക്കയാണോ ഇത്? ഇനി ഇദ്ദേഹം കീർത്തന. അതെ. നല്ല രൂപത്തിലാണ് രണ്ടുപേരും കഥാപാത്രങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്യാരക്ടർ ഡ്യൂറ്റ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് അല്ലേ? രണ്ടുപേരും ക്യാരക്ടറായിട്ട് തകർത്തോളൂ. ഓക്കെ, താങ്ക് യു.
നാട്ടുകാരും ഞെട്ടിപ്പോകും. ആരാണ്ടാലാലണ്ണനെ അപവാദം പറയുന്നത് അടി തന്നാലാട്ടം കാണൂല. ലാലേട്ടൻ സിന്ദാബാദ്, മമ്മൂക്ക സിന്ദാബാദ്. വാടാ തെമ്മാടി, നീ പോടാ കൂത്താടി. മോഹൻലാൽ അടിച്ചാൽ വീഴുമെടാ ഷാറുഖ് ഖാനും പച്ചിൽ മന്നനല്ലില്ല. മമ്മൂക്കാൻ അടിച്ചാൽ കൈയടിക്കും ബച്ചനടെ ആക്ടിംഗ് മന്നനല്ലിസ. ലാലേട്ടൻ സിന്ദാബാദ്, മമ്മൂക്ക സിന്ദാബാദ്. മ്യൂസിക്കൽ വൈബ്. അൽക്ക, കീർത്തന, കലക്കി, ഗംഭീരായി. ലാലേട്ടനും മമ്മൂക്കയും കണ്ണടെടുക്കൂലേ? അതെ, രണ്ടുപേരും ഒന്ന് കണ്ണടക്കം മാറി, ക്യാരക്ടർ മാറി. ഇത്രയും നേരം കറക്റ്റ് മമ്മൂക്കയും ലാലേട്ടനും ആയിരുന്നു. ഇപ്പൊ കുഞ്ഞു പിള്ളേരെ ഫാൻസി ഡ്രസ്സിന് ഡ്രസ് ചെയ്യിപ്പിച്ച് നമ്മൾ സ്റ്റേജിൽ കയറ്റില്ല, അതുപോലെ ഉണ്ട്. എന്തായാലും രണ്ടുപേരും കലക്കി. നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. എന്തായാലും ഇതൊരു ദൃശ്യ വിരുന്ന് തന്നെയായിരുന്നു എല്ലാം കൊണ്ട് കേട്ടോ. അൽക്കയും കീർത്തനയും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. ഈ സ്ക്രീനിൽ ആ രണ്ട് ഞങ്ങളുടെ മലയാള സിനിമയുടെ ജീവൻ ടോൺ, ഞങ്ങളുടെ ജീവൻ ടോൺ ആണ് അവർ, മമ്മൂട്ടിയും മോഹൻലാലും. അവരില്ലാതെ ഇന്ന് മലയാള സിനിമ. അതിൻ്റെ കൂടെ ഇവരത് ഏകദേശം ഇമിറ്റേറ്റ് ചെയ്ത് നന്നായി പെർഫോം ചെയ്തു. വളരെ നന്നായിരുന്നു, മനോഹരമായിരുന്നു. ഓക്കെ, അപ്പൊ മതിച്ചേട്ടാ പാട്ടിനെ കുറിച്ച്. വളരെ നന്നായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അൽക്ക ലാലേട്ടനാണോ ജോജു ആണോ എന്നുള്ളത്. കീർത്തനയും അതുപോലെ തന്നെ അസലായിട്ട് നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, നല്ല രീതിയിൽ ചെയ്തു. പിന്നെ പാട്ടാണെങ്കിൽ അൽക്ക ചില സ്ഥലത്തൊന്ന് വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടി ഇന്ന് ഗ്രൂവില് കറക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ നല്ലായിരുന്നു തോന്നുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. മഞ്ജരി, ഉഗ്രൻ ഉഗ്രൻ ഉഗ്രൻ. മനോജേട്ടൻ പറഞ്ഞ പോലെ ഞാനൊക്കെ ഫാനല്ല, AC-യാ. എന്ന് വെച്ചാൽ അത്രയും ഇവരെയൊക്കെ ആരാധിച്ചിട്ട് ആസ് എ സിംഗർ നമുക്ക് അവരുടെയൊക്കെ പടത്തിൽ പാടാൻ പറ്റുന്നു എന്ന് പറയുന്നത് ശരിക്കും ആലോചിക്കുമ്പം തന്നെ ഒരു കുളിരാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ലാലേട്ടൻ്റെത് പാടുന്നത് ആറ്റിൻകരയോരത്ത് എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പൊ അത് പാടിക്കഴിഞ്ഞ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വരിക. സത്യൻ അന്തിക്കാട്, അദ്ദേഹം പറഞ്ഞു, മോളെ ഒരു മിനിറ്റ്, ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. ഹലോ, ഞാൻ മോഹൻലാലാണ്. ഞാൻ ദൈവമേ, എന്നെ ആരെങ്കിലും പറഞ്ഞ് പറ്റിക്കുകയാണോ എന്നൊക്കെ. അപ്പൊ 2 മിനിറ്റ് എൻ്റെ ശബ്ദമില്ല. അപ്പൊ പറയാം ഹലോ ഹലോ. ഞാൻ ഇത് ശരിക്കും ലാലേട്ടനാണോ? അതെ നന്നായിട്ടുണ്ട് കുട്ടി, ഇത് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ പോകുന്നു, ആ പാട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അതൊരു വലിയൊരു കോംപ്ലിമെന്റ് ആണ്, ഇന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കോംപ്ലിമെന്റ് ആയിരുന്നു. അതേപോലെ കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ പടത്തില് മഴയിൽ രാത്രി മഴയിൽ ഈ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം മമ്മൂക്ക വിളിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ഷോപ്പിംഗ് മാളിൽ ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഹലോ, മഞ്ജരിയാണോ? അതെ, ആരാണ്? മമ്മൂട്ടിയാണ്. ഞാൻ വെച്ചു ദൈവമേ, ഇതിപ്പോ ഞാനെന്താ പറഞ്ഞു, ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ ഫോൺ വെച്ചു. എന്നിട്ട് എനിക്ക് കൂടുതൽ പരിചയമുള്ളത് സത്യൻ അന്തിക്കാട്. അദ്ദേഹത്തിന് ഞാൻ വിളിച്ചു ചോദിച്ചു, സത്യൻ അങ്കിൾ, ഈ മമ്മൂക്കയുടെ നമ്പർ ഇതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്താ നമ്പർ എന്ന് വായിക്കും. അപ്പോൾ വായിച്ചപ്പോൾ പറഞ്ഞു, ഇതന്നെയാണ് നമ്പർ എന്ന് പറഞ്ഞു. അത് എനിക്ക് നിക്കപ്രതിയില്ല അവിടെ എന്ന് വെച്ചാൽ അത്രയും സന്തോഷമാണ്. ഞാൻ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു ആരും എന്നെ വിളിച്ച് പറ്റിച്ചതാന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ശരിക്കും മമ്മൂക്കാനെ പറ്റിയും ലാലേട്ടനെ പറ്റിയൊക്കെയുള്ള പാട്ട് വരുമ്പോൾ നമുക്ക് ഫാൻസായിട്ട് അവരുടെ കൂടെ അവരുടെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം. അപ്പോൾ ആ ഓർമ്മകളിലേക്കാണ് ശരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചക്കരയുമ്മ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മഞ്ജരി. ആശേച്ചി, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. നിങ്ങളുടെ ടീം വർക്ക്, ഡാൻസസ് ആണെങ്കിലും ഓർക്കസ്ട്ര ആണെങ്കിലും എല്ലാവരും ചേർന്നിട്ട് ഭയങ്കര സന്തോഷം തോന്നി, അഭിമാനം തോന്നി. ഇനി നമ്മൾ റിസൾട്ട് അറിയാനുള്ള സമയമാണ്. കീർത്തന കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ചൈൽഡിൽ ഇരുന്ന ആളാണ്, അതുകൊണ്ട് ഈ ഒരാഴ്ച സേഫ് ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ആദ്യം അൽക്കയുടെ റിസൾട്ട് അറിയാം അല്ലേ? അൽക്ക, റിസൾട്ട് പറയട്ടെ. ഇപ്പൊ എന്തായാലും ക്യാരക്ടർ ഡ്യൂറ്റ് റൗണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അൽക്കയുടെ മാർക്കുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കുമ്പോൾ
അൽക്ക യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ കീർത്തന എന്തായാലും സേഫ് ആണ്. അപ്പൊ ഇനിയൊന്നും അറിയേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ എന്തായാലും സേഫ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം ഗോൾഡൻ ബസ്റ്റർ ഒന്നും നേടാൻ സാധിച്ചില്ല. അടുത്ത പ്രാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. ഓക്കെ ഓക്കെ. പക്ഷേ ഒന്നും കൂടി ഒരു ചുറുചുറുക്ക് ഒരു ഇത് വേണം, എനർജി വേണം. ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇതില്ലല്ലോ, മാർക്ക് കാരണം ഗോൾഡൻ ബസർ കിട്ടി, ഗോൾഡൻ ചെയർ കിട്ടി, പിന്നെ ഇപ്പൊ ഇത്തവണ എലിമിനേഷൻ ഇല്ല, അല്ലെങ്കിൽ ഡേഞ്ചർ സോണിലേക്ക് പോവില്ല എന്നുള്ള ഒരു ലാഘവത്തോടു കൂടി പാടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. നല്ലോണം പ്രാക്ടീസ് ചെയ്തിരുന്നു. നല്ലോണം പ്രാക്ടീസ്. പക്ഷെ കേട്ട ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. എന്ത് ചെയ്യാൻ പറ്റും? ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇല്ല, ആവശ്യത്തിലുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഇത് ചോദിക്കാതെ വിടാൻ പറ്റില്ലല്ലോ. നിങ്ങളിപ്പോ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ച് പാടിയതെന്ന് അറിയണ്ടേ? അടുത്ത പ്രാവശ്യം മാർക്ക് ഇടുമ്പോഴും ശ്രദ്ധയില്ലാതെ ഈസി ആയിട്ടാണോ പാടിയെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി. അതാണ്. ഓക്കെ, എന്നാ കുഴപ്പമില്ല. അങ്ങനെ ലാഘവത്തോടു കൂടി ആ ഒരു സീരിയസ്നെസ് ഇല്ലാതെ പാടുവാണെങ്കിൽ ചിലപ്പോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വരും. അതെ. അപ്പൊ എന്തായാലും കീർത്തന, ഓൾ ദി ബെസ്റ്റ്. അടുത്തത് കുറച്ചുകൂടെ സീരിയസ് ആക്കണം കേട്ടോ. പോയിക്കോളൂ, നോ പ്രോബ്ലം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. അല്ല ചേട്ടാ, ഇന്നലെ കീർത്തനയുടെ ഒരു സ്റ്റോറി പറഞ്ഞു. കീർത്തന ഇന്നലെ ഒരു സ്റ്റോറി പറഞ്ഞില്ലേ ഇവിടെ? ഏതായിരുന്നു? കീർത്തനയ്ക്ക് ആദ്യമായിട്ടാണ് ഗോൾഡൻ ബസർ കിട്ടിയെന്നൊക്കെ കീർത്തന പറഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ചയാണ് കീർത്തനയ്ക്ക് ആദ്യമായിട്ട് ഗോൾഡൻ ബസർ കിട്ടിയത്. ആ വീക്ക് തന്നെ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കീർത്തനയുടെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് നമ്മളോട് പറയുണ്ടായി. അത് കീർത്തന കുറച്ച് ഉഴപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗോൾഡൻ ചെയർ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം, നന്നായിട്ട് പാടാൻ, ചിലപ്പോൾ ഉഴപ്പിക്കളയുന്നൊക്കെ. ആണോ കീർത്തന? ഇല്ല ചേച്ചി. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹാപ്പി ജാംസിന്റെ ഒരു ആദ്യമായിട്ട് നമ്മൾ ബോക്സ് ഒക്കെ കൊടുത്തു. പിന്നെ കഴിഞ്ഞ തവണ നല്ല തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ ചേട്ടാ? കൊടുത്തേക്കാം. മോളെ പേടിക്കണ്ട, രസമായിരുന്നു. കീർത്തന ആരും പാര വെച്ചിട്ടില്ല, ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞിട്ടില്ല, പേടിക്കണ്ട. അയ്യോ, രണ്ടുപേരും വീശ വെച്ചു, എനിക്ക് വയ്യ. കീർത്തന ഹാപ്പി ആയില്ലേ? ഡബിൾ ഹാപ്പി. അതെ. ഇപ്പൊ കരഞ്ഞത് സന്തോഷം കൊണ്ടാണോ പേടിച്ചോ കീർത്തന? കുറച്ച് പേടിച്ചു. അല്ല, അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ പെട്ടെന്ന് കേട്ടാ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ചുമ്മാ പറയാൻ. അത് ഈ ഗോൾഡൻ ബസ്റ്റർ തരുമ്പോ ചുമ്മാ തരാൻ പറ്റുമോ? വേണ്ടേ? പിന്നെ ഇത് വല്ലാത്തൊരു ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ച ഗോൾഡൻ ചൈൽഡിൽ ഇരുന്ന ആൾക്ക് വീണ്ടും ഗോൾഡൻ ബസ്റ്റർ കിട്ടണമെങ്കിൽ അതിനാരാ കാരണം? ആരെന്ന് വന്നിരിക്കുന്നേ? അതെ, മനോജാട്ടന്റെ രാശി. ഓക്കെ, അപ്പൊ കീർത്തന ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ചൈൽഡിൽ ഇരുന്നതുകൊണ്ട് പെർഫോമൻസ് യാതൊരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ആഴ്ചയും ഗോൾഡൻ ബസ്റ്റർ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ആഴ്ചയും ആ ഗോൾഡൻ ചെയർ നിലനിർത്താൻ കീർത്തനയ്ക്ക് ഭാഗ്യം ലഭിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.